ദേശീയ തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലനം പൊന്നാനി താലൂക്ക് തല ഉദ്ഘാടനം സബ് കളക്ടർ ദിലീപ് കൈനിക്കര IAS നിർവഹിച്ചു. ദേശീയ തലത്തിൽ ജൂലൈ 3 മുതൽ 17 വരെ നടത്തുന്ന പരിശീലനത്തിന്റെ ഭാഗമായി താലൂക്ക് തല പരിശീലനം 17 വരെ നടക്കും. 50 പേരടങ്ങുന്ന ബാച്ചുകളാണ് 2 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി പരിശീലനം നേടുന്നത്. ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം പൊന്നാനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ സബ് കളക്ടർ ദിലീപ് കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. പരിശീലന പരിപാടി BLOമാരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്ന വിവിധ പ്രവർത്തികളായ വോട്ടർ പട്ടിക പരിഷ്കരണം, ഫീൽഡ് വിസിറ്റ്, വോട്ടറുടെ വിവരങ്ങൾ സ്ഥിരീകരിക്കുക എന്നിവ ഉൾപ്പെടും. ഇന്ത്യൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ഇലക്ഷൻ മാനേജ്മെന്റിൽ പരിശീലനം നേടിയ നിയമസഭാതല പരിശീലക പാനലിലെ അനുഭവസമ്പന്നരായ റിസോഴ്സ് പേഴ്സൺമാരാണ് BLOമാരുടെ സഹകരണത്തോടെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. തഹസിൽദാർ T. സുജിത് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ശിവദാസൻ, സുരേഷ് PK എന്നിവർ സംസാരിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കൊരു എൻജോയ്മെന്റ് ഇതിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇങ്ങനെ പരിശീലനത്തിന്റെ ആവശ്യം എന്താണ് പുതുതായി പഠിക്കാനുള്ളത്? ഓൾറെഡി ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അതിലപ്പുറം BLOയുടെ ചുമതലകൾ ഇത്ര വലിയ ചുമതലകളല്ലല്ലോ. ആ പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ ആൾക്കാരെ ചേർക്കുക, നാട് വിട്ടുപോയ ആൾക്കാരും മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കുക, ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് താലൂക്കിൽ കൊടുക്കുക, പിന്നെ ഇലക്ഷൻ കാലത്ത് ആ ബൂത്തിലൊന്ന് പോയി ഇരിക്കുക, ആൾ സ്ലിപ്പ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പണികളല്ലേ സാറേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്. പുതിയ എന്ത് കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ദിവസം ഇവിടെ 9 മണി മുതൽ 6 മണി വരെ ചെലവഴിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് പുതുതായിട്ട് കിട്ടാൻ പോകുന്നത് എന്നൊരു സ്വാഭാവികമായ ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതിന് എനിക്കൊരു മറുപടിയായിട്ട് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷന്റെ ഓരോ ഘട്ടങ്ങളും വളരെ സൂക്ഷ്മമായി ചിട്ടപ്പെടുത്തിയതും സംവിധാനം ചെയ്തതും അങ്ങനെ തന്നെ നടപ്പിലാക്കുന്നതുമാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഇത്രയും സുരക്ഷ, ഇത്രയും സൂക്ഷ്മത ഇക്കാര്യത്തിലുള്ളത് പുലർത്തുന്നത് എന്തിനാണ്? ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വരും. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ രംഗം അങ്ങ് ഏറ്റെടുക്കുക. വോട്ടർ പട്ടിക, ഈ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ഈ പോൾഡ് EVM കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നു. വലിയ ബന്ദോബസ്താണ്. ഇത്രയൊക്കെ ബന്ദോബസ്ത് വേണമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പോയി പെട്ടെന്ന് വോട്ടർ ഈ ബാലറ്റ് പെട്ടിയൊക്കെ അങ്ങ് പിടിച്ചെടുത്തിട്ട് ബൂത്ത് ക്യാപ്ചറിങ്, ബൂത്ത് പിടുത്തൊക്കെ നടക്കൂ? സമാധാനപരമായ ഇലക്ഷൻ നടത്തുന്ന സംസ്ഥാനമല്ലേ കേരളം എന്നൊക്കെ എനിക്ക് തോന്നാറ്. പക്ഷെ ഇതൊക്കെ ഇത്ര വ്യവസ്ഥാപിതമായി യാഥാസ്ഥിതികമായ ഒരു കൃത്യതയോടെ ഈ ഇലക്ഷന്റെ ഓരോ നടപടിക്രമങ്ങൾ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഉത്തരം, ഇപ്പൊ നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യാനന്തരം എത്രയോ ഇലക്ഷനുകൾ നടന്നു, എത്രയോ ഗവൺമെന്റുകൾ മാറി മാറി വന്നു. ഇനിയിപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പിന് നമ്മൾ അടുത്ത വർഷം നേരിടുക. ഭരണമാറ്റം ഉണ്ടാവുമോ, അതോ തുടരുമോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ എല്ലാവരുടെ മനസ്സിലും വരുന്നു. Be in a place where you want to find the best out there. You'll amaze on how the world ticks for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday, Akbar Travels of India Private Limited, your travel mate.